ഹലോ. സോ ചെന്നൈയിലേക്ക് തിരിച്ചെത്തി. രാത്രിയാണ് എത്തിയത്. സോ ഇറ്റ്സ് ആഫ്റ്റർനൂൺ. എഴുന്നേക്കാൻ ലേറ്റായി. 12 മണിയായ സ്ഥിതിക്ക് നമുക്ക് ചോറ് കഴിക്കാം. അപ്പം ഇന്നലെ മീൽ പ്രിപ്പയർ ചെയ്ത് തന്നു വിട്ടത് കൊണ്ട് എനിക്കിന്ന് വലിയ പണിയൊന്നുമില്ല. നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അതെടുത്ത് ചൂടാക്കി കഴിക്കുക. ഇപ്പോൾ സൈഡിലിരിക്കുന്ന തൊപ്പിയും പിന്നെ ഓൾ സ്റ്റാർസ് എവരിത്തിങ് അത് ഞാനിവിടെ ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഇട്ട സ്റ്റാർസാണ്. ഇതെല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. സോ ഇതെല്ലാം ഇന്ന് മാറ്റി ഒരു ബോക്സിലാക്കി വെക്കണം. പിന്നെ ഫുഡ് കഴിക്കണം. റൂമെല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. റൂമെല്ലാം ഒന്ന് റെഡിയാക്കണം. പിന്നെ ഡ്രസ്സെല്ലാം ഒന്ന് അലക്കണം. ബിക്കോസ് നാട്ടിലേക്ക് പോകുന്നതൊരു ഭയങ്കര ഇതായിട്ട് പോകുന്നുണ്ട്. ലൈക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ വലിച്ചു വാരി തിരിച്ച് വരുമെന്നുള്ള ബോധം പോലും ഇല്ലാണ്ടാണ് നമ്മൾ ആൾക്കാരെല്ലാവരും നാട്ടിലേക്ക് പോകുന്നത്. സ്റ്റുഡൻസ് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ ലൈക്ക് വീടല്ല നമ്മളുടെ എന്താ പറയുന്നത്, റാംജുറാവ് സ്പീക്കിങ്ങിൽ ഇതാണോ മുറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞ മുറി. ഇവിടെ പാമ്പുണ്ടാകുമോ, ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കുറേ ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കും. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പണി എന്ന് പറയുന്നത്. നാട്ടിലുണ്ടാകുമ്പോൾ എന്ന് പറയുമ്പോൾ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഇവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വീട് നല്ലൊരുവിധം ജോളിയാണ്. പക്ഷേ നമ്മൾ തിരിച്ച് ചെന്നൈയിലേക്ക് വരുമ്പോൾ ഞാൻ തനിച്ചാവും. ലൈക്ക് ഞാനും എൻ്റെ റൂമും മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാറാണ് അവിടെ പതിവ്. അപ്പോൾ ലൈക്ക് അടുത്തൊരു റീയൂണിയന് പോകുന്നതിന് മുന്നേ ഉള്ള കുറച്ച് കാലഘട്ടങ്ങൾ എനിക്കിപ്പോൾ എല്ലാം ഇങ്ങനെ ഫിലിം ചെയ്ത് വെക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ ഇഞ്ചും ഞാൻ എടുക്കുന്നത്. ആൻഡ് യൂട്യൂബ് എന്ന് പറയുന്നത് ലൈക്ക് എൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളും കൂടി കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ ഫിലിം ചെയ്യുന്നത്. അപ്പോൾ നാളെ കോളേജുണ്ട് പഴയ പോലെ. 2 മാസം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമാണ്. അപ്പോൾ അതിൻ്റെ പഠിപ്പും കാര്യങ്ങളും വേറെ സൈഡിലുണ്ട്. അത് സൈഡിൽ പോകുന്നു. അപ്പോൾ അതൊക്കെ ഇനി വേണം റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ മിക്കവാറും ഞാൻ കഴിക്കുന്നത് ചോറും ചിക്കൻ ആയിരിക്കും ഉച്ചയ്ക്ക്. ബിക്കോസ് ഇറ്റ് ഇസ് ബ്രാഞ്ച് നൗ. അപ്പോൾ രാവിലത്തെ ഫുഡ് ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്തിരിക്കുവാണ്. ഇന്ന് വെയിറ്റ് ലോസ് ആവുന്നതുകൊണ്ട് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്നാലും ഞാൻ എഴുന്നേക്കാൻ വൈകി പോലെ അതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ റൈസ് കുക്കറിൽ റൈസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ ചിക്കൻ ചൂടാക്കാം, നമുക്ക് കഴിക്കാം. കഴിച്ച് കഴിഞ്ഞിട്ട് ക്രീം സംഭവങ്ങളും എല്ലാം നമുക്കൊന്ന് തിരുമ്പി ബോക്സിലാക്കി മുകളിൽ പോടണം. അത് ചെയ്യണം. ആൻഡ് സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യണം. കാരണം അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് പഠിക്കാനായിട്ടൊരു മൂഡ് ഉണ്ടാകത്തില്ല. അത് ക്ലീൻ ചെയ്യണം. ആൻഡ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യുന്ന ദിവസമാണ്. ബിക്കോസ് നമുക്കിനി 2 മാസമുള്ള എക്സാമിന്. സോ ഇൻസ്റ്റഗ്രാം വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, ലൈക്ക് റീൽസ് ആർ അൺലിമിറ്റഡ്. നമ്മളിങ്ങനെ കണ്ടിരുന്നിരുന്നു സമയം ഭയങ്കരമായിട്ട് പോകും. സോ എത്ര പെട്ടെന്നൊരു ദിവസം പോയി എന്ന് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ്, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എനിക്ക് ദിവസങ്ങൾ ഇനി തൊട്ട് സ്ലോ ആയിട്ട് പോകണം. അതാണ് ഇപ്പോൾ വേണ്ടി ഞാൻ ഇന്ന് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഓരോരോ പണികളായിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ലഞ്ച് കഴിക്കാം. എനിക്ക് നല്ല വിഷമം. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുണ്ട്. ലുലുന്ന് വാങ്ങിച്ചതാ. ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ലഞ്ച് എന്താന്ന് പറഞ്ഞാൽ ചോറ്, പിന്നെ മീൽ പ്രപ്പ് ചെയ്ത ചിക്കൻ, പിന്നെ കുറച്ച് സ്രാവ് ഇട്ടോ, ചെറിയൊരു 2 പീസ് സ്രാവ്, പിന്നെ കുറച്ച് കൊഞ്ച് എന്ന് പറഞ്ഞാൽ പ്രോൺസ് ഇച്ചിരി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അത്
കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഇതിപ്പോൾ 2-3 ദിവസത്തേക്കേ ഉള്ളൂ, അതും കൂടി കഴിഞ്ഞാൽ അതും കഴിഞ്ഞ്. ഓക്കെ, അപ്പം ഞാൻ എന്നാൽ പോയി കഴിക്കട്ടെ. എനിക്കിന്ന് നൈറ്റിന് ചിക്കൻ ടിക്ക സാലഡും പിന്നെ സ്വീറ്റ് കോൺ ചിക്കൻ. ഇതാണ് എനിക്കിന്ന് രാത്രി കഴിക്കാനുള്ളത്. ബിക്കോസ് ഡയറ്റൊക്കെ ആയതുകൊണ്ട് ഞാനിതാ കഴിക്കാം. ഇതൊക്കെ ഇപ്പൊ റീസെന്റ് ആട്ടോ ചെന്നൈയിൽ വന്നത്. ഇതിന് മുന്നേ ഇതൊന്നും ഇവിടെ കിട്ടുന്നില്ല. ഫൈനൽ ഇയർ ആയപ്പോഴാണ് ഇതെല്ലാം വന്നത്. സോ കണ്ട് എന്താ പറയുന്നത്, ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പം ഇത്ര കൊണ്ട് ഇന്നൊരു